ടു ഇമ്പൾസ് നമ്മൾ നോക്കാൻ പോകുന്ന പ്രിസ്ക്രിപ്ഷൻ ആണ്. സോ ബേസിക്കലി ഒരു ഫാർമസിനെ സംബന്ധിച്ച് പ്രിസ്ക്രിപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് മാത്രമല്ല അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ ഗോൾ. എന്നാൽ തന്നെയും പ്രിസ്ക്രിപ്ഷൻ ഹാൻഡ്ലിംഗ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു സ്കില്ല് വേണ്ട ഒരു കാര്യമാണ്. കാര്യം ഒരു പ്രിസ്ക്രിപ്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസ് നോക്കണം എന്ന് പറയുന്നത് ഒരു ഫാർമസിനെ സംബന്ധിച്ച് അത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയണം. സോ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ലൈസൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രാക്ടീഷണർ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസേഴ്സ് ലൈക്ക് ഫിസീഷ്യൻ, ഡെന്റിസ്റ്റ്, വെറ്റിനറിയൻ ഇവരെ പോലെയുള്ള ആൾക്കാർ എഴുതുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ആർക്ക് വേണ്ടി എഴുതുന്നത്? അത് പേഷ്യന്റിന് വേണ്ടി എഴുതുക. ആർക്ക് വേണ്ടിയിട്ടാണ്? ഡിറക്റ്റ് ചെയ്യുന്ന ആർക്കാണ്? ഡിറക്റ്റ് എ ഫാർമസിസ്റ്റ്, അതായത് ഒരു ഫാർമസിസ്റ്റിന് ഡിറക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് മരുന്ന് ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടി. ആർക്ക് വേണ്ടി? പേഷ്യന്റിന് വേണ്ടി. സ്പെസിഫിക് മെഡിക്കേഷൻ ഫോർ എ പേഷ്യന്റ്. സോ ബേസിക്കലി ഡയഗ്നോസിങ്, പ്രിവെന്റിങ്, ട്രീറ്റ്മെന്റ് ഇതെല്ലാം ആയിരിക്കും നോർമലി ഇംഗ്ലീഷിലാണ് എഴുതുക. പിന്നെ ചില സമയം ലാറ്റിൻ വേർഡുകൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല അബ്രിവിയേഷൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ ഡെഫിനേഷൻ പറയുവാണെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഈസ് എ റിട്ടൺ ഓർഡർ ഫ്രം എ ക്വാളിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണർ to a pharmacist for compounding and dispensing a specific medication for the particular patient. സോ പേര് പറയുന്ന പോലെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. സോ ചില സമയത്ത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ RMB എന്നും കാണാറുണ്ട്. മെഡിക്കൽ പ്രാക്ടീഷണർ തന്നെ അല്ലെങ്കിൽ ക്വാളിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണർ കാണത്തില്ല, RMB എന്നായിരിക്കും ചിലതിൽ ഡെഫിനേഷൻ കാണുക. സോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. സോ ടൈപ്പ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ആണ്. സോ നിങ്ങൾക്ക് ഓൾറെഡി അങ്ങനെ ടൈപ്പ് ഉണ്ടെന്ന് അറിയാൻ ചാൻസ് കുറവായിരിക്കും. സോ ബേസിക്കലി രണ്ട് ടൈപ്പ് ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. സോ പ്രൈവറ്റും ഉണ്ട്, ഗവൺമെന്റും ഉണ്ട്. സോ ഗവൺമെന്റ് എന്താണെന്ന് ഞാൻ ഇതിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രൈവറ്റിനെ പറ്റി നോക്കാം. സോ പ്രൈവറ്റ് എന്ന് വെച്ചാൽ ഇഷ്യൂഡ് ബൈ പ്രൈവറ്റ് പ്രാക്ടീഷണർ. സോ ക്ലിനിക്കൊക്കെ ഇട്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവില്ലേ, അവരൊക്കെ ആയിരിക്കും. അത് മാത്രമല്ല അവിടെ പ്രിസ്ക്രൈബറിന്റെ പേരുണ്ടാവും, അഡ്രസ് ഉണ്ടാവും, ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് NHS ആണ്, നാഷണൽ ഹെൽത്ത് സർവീസ് പ്രിസ്ക്രിപ്ഷൻ ഫോം. അതായത് ഗവൺമെന്റ് ഓതറൈസ്ഡ് പ്രിസ്ക്രൈബേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പബ്ലിക് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നിന്നായിരിക്കും ഈ പ്രിസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൈവറ്റ് പ്രിസ്ക്രിപ്ഷനും ഉണ്ട്, നാഷണൽ ഹെൽത്ത് സർവീസ് പ്രിസ്ക്രിപ്ഷൻ ഫോമും ഉണ്ട് എന്നുള്ളതാണ്. രണ്ടിന്റെയും ഡിഫറൻസ് മനസ്സിലാക്കാം. സോ പാർട്സ് ഓഫ് എ പ്രിസ്ക്രിപ്ഷൻ, ഒരു പ്രിസ്ക്രിപ്ഷന്റെ പാർട്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഡേറ്റ്. ഡേറ്റ് എന്നാണ് പ്രിസ്ക്രൈബ് ചെയ്തത്. അതായത് നമ്മൾ ഈ പ്രിസ്ക്രിപ്ഷന് വാലിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ചില സമയങ്ങളിൽ ഹാബിറ്റ് ഫോമിങ് അല്ലെങ്കിൽ ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയും 2 ആഴ്ച കൊടുത്താൽ മതി എന്നായിരിക്കും ഡോക്ടർ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഡേറ്റ് വെച്ച് എന്നാണ് 2 ആഴ്ച എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്നാണ് പ്രിസ്ക്രിപ്ഷന് വാലിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് ഡേറ്റ്. 2 പേഷ്യന്റ് ഇൻഫോർമേഷൻ ആണ്. പേര് പറയുന്ന പോലെ തന്നെ പേര്, വയസ്സ്, സെക്സ്, അഡ്രസ്, ഐഡന്റിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫാർമസിസ്റ്റ് നമുക്ക് ഇവിടെ ഡോസ് അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു പരിപാടി ഇല്ല. അവർ ഓൾറെഡി ഡോസ് ഒക്കെ തന്ന് വിടുവാണ് ചെയ്യേണ്ടാവുക. സോ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ ഫാർമസിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. നമുക്ക് ഫോർമുലാസ് ഉണ്ട്, യങ് ഫോർമുല, ഡ്വെല്ലിംഗ് ഫോർമുല, ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. സോ ഫോർമുലാസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുമായിരുന്നു. നെക്സ്റ്റ് വൺ ഈ സൂപ്പർസ്ക്രിപ്ഷൻ. സോ ഇത് കുറെ ആൾക്കാർ തെറ്റിക്കാറുണ്ട് കേട്ടോ. സോ സൂപ്പർസ്ക്രിപ്ഷൻ, സൂപ്പർ എന്നൊരു മേലെ, സ്ക്രിപ്ഷൻ അത് എന്തിന്റെയോ ഒരു മേലെയാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ റെപ്രസെന്റ് ചെയ്യുന്നത് ബൈ സിമ്പിൾ RX വെച്ചിട്ടായിരിക്കും കേട്ടോ. ലാറ്റിൻ ടൈം യു ടേക്ക് എന്നാണ്. സോ ഹിസ്റ്ററിക്കലി ലിങ്ക് ടു ജൂപ്പിറ്റർ, ജൂപ്പിറ്ററുമായി ബന്ധം ഉണ്ട് എന്നാണ്. സോ ജൂപ്പിറ്റർ എന്ന് വെച്ചാൽ ഗോഡ് ഓഫ് ഹീലിംഗ് എന്നാ പറയാ. അതുകൊണ്ടാണ് ഈ RX തുടങ്ങുന്നത് കേട്ടോ. സോ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ എങ്ങനെയാ, നമ്മൾ ആദ്യം നെയിം, ഏജ്, ഡേറ്റ് ഒക്കെ ഉണ്ടാവും, പിന്നെ RX, പിന്നെ മരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഈ RX കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഇൻസ്ക്രിപ്ഷൻ. സോ സൂപ്പറായി നെക്സ്റ്റ് ഇൻ ആണ്, അകത്താണ് കേട്ടോ. സൂപ്പർ മേലെ, ഇന്ന് അകത്ത്. മെയിൻ പാർട്ട് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ആണ്. ഇവിടെ ഇൻഗ്രീഡിയൻസ് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. സോ ചില സമയത്ത് ബേസ്, അഡ്ജുവന്റ്, വെഹിക്കിൾ ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഇല്ല, പണ്ടാണ് കേട്ടോ. ബേസ് എന്ന് വെച്ചാൽ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആണ്. അതായിരിക്കും നമുക്ക് തെറാപ്യൂട്ടിക് എഫക്ട് തരാം. ഇപ്പൊ എക്സാമ്പിൾ പാരസെറ്റമോൾ എന്ന് പറയുമ്പോൾ അതിൽ പാരസെറ്റമോൾ ആണ് എന്ത് തെറാപ്യൂട്ടിക് എഫക്ട് തരുന്ന ബേസ്. അഡ്ജുവന്റ് ആണ്. ഇതാണ് നമുക്ക് ഇംപ്രൂവ് പലാറ്റബിലിറ്റി അല്ലെങ്കിൽ ആക്ഷൻ ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, പാരസെറ്റമോളിന്റെ ആക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സാധനങ്ങളാണ് അഡ്ജുവന്റ്. നെക്സ്റ്റ് വൺ ഇസ് വെഹിക്കിൾ ആണ്. അതായത് നമുക്ക് ചില സമയത്ത് സിറപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വോളിയം കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെഹിക്കിൾ. ഇതൊക്കെ നോർമലി ഉണ്ടാവാറുണ്ട്, പണ്ടാണ്. ഇവിടെ നിന്ന് ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ മോഡേൺ പ്രിസ്ക്രിപ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പ്രീ ഫോർമുലേറ്റ് ഡ്രഗ്സ് ആണ്. അതായത് നമുക്ക് ഓൾറെഡി കോമ്പൗണ്ടിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല.
റെഡി ടു മെയ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കുക. അപ്പോൾ ഡേറ്റായി, പേഷ്യൻ ഇൻഫർമേഷനായി, സൂപ്പർസ്ക്രിപ്ഷനായി, ഇൻസ്ക്രിപ്ഷനുമായി. അപ്പോൾ സൂപ്പർ ഇൻ മറന്നുപോയത് കേട്ടോ. നെക്സ്റ്റ് വൺ സബ്സ്ക്രിപ്ഷൻ ആണ്. സബ് മീൻസ് താഴെ കേട്ടോ. സോ സൂപ്പർ ഇൻ സബ്. സോ സബ്സ്ക്രിപ്ഷനിൽ പറയുന്ന വെച്ചാൽ ഡിറക്ഷൻ ഫോർ ഫാർമസിസ്റ്റ് ഓൺ പ്രിപ്പറേഷൻ ആൻഡ് ഡിസ്പെൻസിങ് ദ മെഡിസിൻ. അതായത് എങ്ങനെയാണ് മെഡിസിൻ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യേണ്ടത്, വല്ലതിലൂടെ കലക്കാനുണ്ടോ, മിക്സ് ചെയ്യാനുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, എത്ര ഗുളികകൾ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ്. സോ റെയർലി യൂസ്ഡ് നൗ. ഇപ്പൊ നമ്മൾ അങ്ങനെ അധികം ഒന്നും ഉപയോഗിക്കാറില്ല. റെഡിമെയ്ഡ് ഡ്രഗ്സുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പൊ അങ്ങനെയൊന്നും ഈ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കാറില്ല. സോ നെക്സ്റ്റ് വൺ സിഗ്നയാണ്, അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നു. സോ ഇവിടെ ഇൻസ്ട്രക്ഷൻ ഫോർ ദ പേഷ്യന്റ് ആണ്. പേഷ്യന്റിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് എങ്ങനെ മരുന്ന് ഉപയോഗിക്കണം, എത്ര ക്വാണ്ടിറ്റി എടുക്കണം, എത്ര നേരം എടുക്കണം, ഏത് റൂട്ടാണ് എടുക്കേണ്ടത്, എന്തെങ്കിലും സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോ, കലക്കിയാണോ കൊടുക്കേണ്ടത്, അങ്ങനെയാണോ എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ദേഹത്ത് കോട്ടണോ, ഉള്ളിലെടുക്കാനാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സിഗ്ന അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനകത്ത് വരിക. സോ നെക്സ്റ്റ് വൺ ഈസ് റീഫിൽ ഓർ റിന്യൂവൽ ഇൻസ്ട്രക്ഷൻ ആണ്. ഇത് മിക്കവാറും ഫാർമസിസ്റ്റിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. നമ്മൾ എത്ര റീഫിൽ ചെയ്യണം, എത്ര എണ്ണം കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുക. നെക്സ്റ്റ് സിഗ്നേച്ചർ, അഡ്രസ്, രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ദ പ്രിസ്ക്രിപ്ഷൻ. പേര് പറയണ്ടല്ലോ, അതായത് ആരാണ് കൊടുത്തത്, അവരുടെ രജിസ്ട്രേഷൻ നമ്പർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുക. സോ നെക്സ്റ്റ് വൺ ഈസ് DEA നമ്പർ. അത് റിക്വയർഡ് ആണെങ്കിൽ മാത്രമാണ്. കൺട്രോൾഡ് സബ്സ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ നമ്പർ പ്രിസ്ക്രൈബേഴ്സിന്റെ എഴുതി വെക്കാറുണ്ട്. സോ അത് നമ്മൾ കൺട്രോൾഡ് സബ്സ്റ്റൻസ് കൊടുക്കുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ, സിഗ്ന, റീഫിൽ, സിഗ്നേച്ചർ, DEA. സോ നിങ്ങൾക്ക് സൂപ്പറും ഇന്നും സബ്സ്ക്രിപ്ഷനും ആണ് മിക്കവാറും തിരിഞ്ഞു പോവാ. ശ്രദ്ധിച്ച് വേണം അത് എഴുതാൻ കേട്ടോ. സോ പ്രിസ്ക്രിപ്ഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതായത് നമുക്ക് വെറുതെ പേഷ്യനോട് പറയുകയാണ് നിങ്ങൾ കടയിൽ പോയിട്ട് ഇന്ന മരുന്ന് വാങ്ങിച്ച് കഴിച്ചോളൂ എന്ന് പറയുന്നത് പോലെയല്ല. നമുക്കൊരു റിട്ടേൺ ഓർഡർ ആണ്. അപ്പൊ നമുക്ക് എറർ കുറയ്ക്കാൻ പറ്റും. സോ തെറാപ്പി ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ലീഗൽ ഡോക്യുമെന്റ് ഓഫ് എ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. സോ സോഴ്സ് ഓഫ് എറർ ഇൻ പ്രിസ്ക്രിപ്ഷൻ. സോ പ്രിസ്ക്രിപ്ഷനിൽ എങ്ങനെയൊക്കെ നമുക്ക് എറേഴ്സ് വരാം. സോ ഒരുപാട് സ്റ്റേജിൽ നമുക്ക് എറർ വരാം. ഫസ്റ്റ് വൺ ഈസ് റൈറ്റിംഗ് ആണ്. സോ ഇപ്പൊ ബേസിക് ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡോക്ടർ എഴുതുന്ന സമയത്ത് എറർ വരികയാണ്, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരുവാണ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുതുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഒക്കെ അങ്ങോട്ട് വിട്ടു പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റില്ലെങ്കിൽ അതൊരു സോഴ്സ് ഓഫ് എറർ ആണ്. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പറയാൻ എന്തൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് വൺ ഈസ് അബ്രിവേഷൻ ആണ്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് അബ്രിവേഷൻസിലൊക്കെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ കൺഫ്യൂഷൻ വരാം, അല്ലെങ്കിൽ തെറ്റ് വരാം. സോ ഫാർമസിസ്റ്റ് ഗസ് ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും ഫാർമസിസ്റ്റ് ഗസ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ SSKI സ്റ്റാൻഡ്സ് ഫോർ സാച്ചുറേറ്റ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം അയോഡിൻ ആണ്. സോ ഇവിടെ ഇങ്ങനെയുള്ള ടേം കാണുമ്പോൾ ചില ആൾക്കാർ ഗസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഗസ് ഒന്നും ചെയ്യാൻ പാടില്ല. എന്താണോ അറിയാമെങ്കിൽ അറിയാം, ഇല്ലെങ്കിൽ ഡോക്ടറെ വിളിച്ച് ചോദിക്കാനെങ്കിലും ശ്രദ്ധിക്കാം. സോ നെയിം ഓഫ് ദ ഡ്രഗ്. സം ഡ്രഗ്സ് ലുക്ക് ഓർ സൗണ്ട് സിമിലർ. ചിലതൊക്കെ നമുക്ക് പേര് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ കാണുമ്പോഴും ഒക്കെ ഒരുപോലെ ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡിജോക്സിൻ VS ഡിജോക്സിൻ. കണ്ടോ, ഇവിടെ എന്ന് വെച്ചാൽ ഡിജിറ്റോക്സിൻ ആണ്. ഡിജിറ്റോക്സിനും ഡിജോക്സിനും ആണ്, രണ്ടും ഒരുപോലെ നമുക്ക് തോന്നും. നെക്സ്റ്റ് സ്ട്രെങ്ത് ഓഫ് ദ പ്രിസ്ക്രിപ്ഷൻ ആണ്. സോ പ്രിസ്ക്രിപ്ഷനിൽ ക്ലിയർ ആയിട്ട് എത്രയാണ് സ്ട്രെങ്ത് എന്നുള്ളത് കൊടുക്കേണ്ട ആവശ്യമാണ്. സോ മൾട്ടിപ്പിൾ സ്ട്രെങ്ത് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ പാരസ്റ്റമോൾ എങ്കിൽ 250 mg, 500 mg, 750 mg, 1000 mg എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഡിഫറെന്റ് സ്ട്രെങ്ത്തുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, സ്ട്രെങ്ത്തും പ്രോപ്പർട്ടി. ഇപ്പൊ പാരസ്റ്റമോളിന് മാത്രം എഴുതുമ്പോൾ ഏത് കൊടുക്കണം എന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. നെക്സ്റ്റ് വൺ ഈസ് ഡോസേജ് ഫോം ഓഫ് ദ ഡ്രഗ് പ്രിസ്ക്രൈബ്ഡ്. സോ ഏത് ഡോസേജ് ആണ്, നമുക്ക് ഡിഫറെന്റ് ഡോസേജ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ പാരസ്റ്റമോൾ തന്നെ സിറപ്പിൽ അവൈലബിൾ ആണ്, ഇഞ്ചക്ഷൻസിൽ അവൈലബിൾ ആണ്, ടാബ്ലറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് പല രീതിയിലും മാറ്റങ്ങൾ വന്നേക്കാം. സോ ഏതാണ് നമ്മൾ കൊടുക്കുന്ന ഡോസേജ് ഫോം എന്ന് എഴുതണം. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അമോക്സിൽ തന്നെ ക്യാപ്സുലായിട്ട് ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്, ടാബ്ലറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും എല്ലാ മരുന്ന് തന്നെ അല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. സോ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണ്, ബേസിക്കലി ഇൻഡസ്ട്രിയിലാണ് ഫോക്കസ് ചെയ്യുക. ടാബ്ലറ്റ് ആണെങ്കിൽ സ്റ്റൊമക്കിലും, സസ്പെൻഷൻ ആണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കും, പിന്നെ ഫാസ്റ്റർ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ആയിരിക്കും. അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് ഡോസ് ആണ്. ഹൈ ഓർ ലോ ഡോസ്. ഇപ്പം ചിലത് വളരെ ഡോസ് കുറഞ്ഞാലും ഡോസ് കൂടിയാൽ എന്ത് ചെയ്യാം, ചിലപ്പം പേഷ്യന്റ് അത് ബുദ്ധിമുട്ടായി വന്നേക്കാം, അത് ഡേഞ്ചറസ് ആയി വന്നേക്കാം. അതുകൊണ്ട് തന്നെ പീഡിയാട്രിക് ഡോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പീഡിയാട്രിക് ഡോസിങ് ഗൈഡ് ലൈൻസ് യൂസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡോസേജ് കുഞ്ഞുങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് എഴുതണം. ഇപ്പൊ ചില ഡോക്ടേഴ്സ് ഒക്കെ എഴുതി പോകുമ്പോൾ
പോകുമ്പോൾ ചിലപ്പം നോർമൽ ജനറൽ ഫിസിഷ്യനൊക്കെ ആയിരിക്കും അവർ കുഞ്ഞു കുട്ടികൾക്ക് ഡോസ് എഴുതുമ്പോൾ വലിയ ആൾക്കാർക്ക് എഴുതുന്ന ഡോസേജ് അനുസരിച്ച് എഴുതി വെക്കും കേട്ടോ. അപ്പോൾ അത് കൺഫ്യൂഷൻ വരികയും അങ്ങനെ ഫാർമസിസ്റ്റ് കൊടുക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻസ്ട്രക്ഷൻ ഫോർ ദ പേഷ്യൻ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എപ്പോൾ എടുക്കണം, എങ്ങനെ എടുക്കണം, എത്ര ഫ്രീക്വൻസി എടുക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ചില കേസുകൾ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്തിന് ഒരു സ്ഥലത്ത് നടന്ന കാര്യമാണ്. പേഷ്യന്റിനോട് പറഞ്ഞു ഇത് 3 ഗുളിക രാവിലെ എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പേഷ്യന്റ് കേട്ടത് 3 ഗുളിക വെച്ച് 3 നേരം എടുക്കണം എന്ന്. അങ്ങനെ 5 ദിവസം കഴിച്ചു. 6 വെന്റിലേറ്ററിലായി, ഡയാലിസിസ് ചെയ്തു, രക്ഷപ്പെട്ടു. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കണം. 200 mg ഉള്ള മരുന്നുകൾ 3 ഗുളിക വെച്ചിട്ട് 3 നേരം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അത് നിങ്ങൾ ആലോചിച്ച് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇൻകോമ്പാക്റ്റബിലിറ്റി ആണ്. സോ ബേസിക്കലി ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ, അതായത് ഇപ്പം നമ്മൾ പാലിന്റെ കൂടെ നമ്മൾ നാരങ്ങ നീര് ചേർക്കും. അപ്പൊ എന്ത് സംഭവിക്കും? പാല് പിരിഞ്ഞു പോകും അല്ലെ? അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതൊരു ഇൻകോമ്പാക്റ്റബിലിറ്റി ആണ്. അപ്പോൾ എപ്പോഴാണ് 2 സബ്സ്റ്റൻസുകൾ ചേർക്കുന്നത്, മേ ബി ഫിസിക്കലിയോ കെമിക്കലിയോ അതെന്ത് ചെയ്യാം, റിയാക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ എഫിക്കസി കുറയ്ക്കാം. അതായത് ഇപ്പൊ പാലിന്റെ കൂടെ നമ്മൾ നാരങ്ങ നീര് പിഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, അവിടെ നമുക്ക് ഇൻകോമ്പാക്റ്റബിലിറ്റി പിരിഞ്ഞു പോകുന്നു അല്ലെ, അവിടെ പ്രൊസസ് നടക്കും. അപ്പൊ അതേപോലെ തന്നെ ഗുളികകൾ 2 ഒരുമിച്ച് കൊടുക്കുമ്പോൾ ചില സമയത്ത് ഫിസിക്കലോ കെമിക്കലോ ഒക്കെ ആയിട്ടുള്ള റിയാക്ഷൻ നടക്കാം, ഇല്ലെങ്കിൽ എഫിക്കസി കുറഞ്ഞു പോകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യേണ്ടത്. നെക്സ്റ്റ് തെറാപ്യൂട്ടിക് ഇൻകോമ്പാക്റ്റബിലിറ്റി ആണ്. ചില സമയങ്ങളിൽ നമ്മൾ 2 ഡ്രഗ് ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ അത് വിപരീതമായിട്ടുള്ള ഓപ്പോസിറ്റ് ആക്ഷൻ കൊടുക്കുകയോ ഹാം ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പേഷ്യന്റിന് പ്രശ്നം വരികയും ചെയ്യാം. ഇപ്പോൾ ടെട്രാസൈക്ലിൻ പോലുള്ള ആന്റിബയോട്ടിക് പാലുമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അബ്സോർബ് ചെയ്യില്ല, ബോഡിയിൽ അബ്സോർബ് ചെയ്യില്ല. ടെട്രാസൈക്ലിനും പാലിലുള്ള കാൽഷ്യം കോംപ്ലക്സും കൂടെ ഫോം ചെയ്ത് അതിന്റെ കോംപ്ലക്സ് ആയിട്ട് മാറി എന്നിട്ട് അബ്സോർപ്ഷനെ കുറയ്ക്കുന്ന ഒരു പരിപാടിയിലേക്ക് മാറി പോവുകയാണ് ചെയ്യുക. സോ അതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. നമുക്ക് എങ്ങനെയാണ് എറർ കുറയ്ക്കാൻ പറ്റുക? ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എന്തായാലും അത്യാവശ്യമാണല്ലോ, അല്ല നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്, ഒരിക്കലും ഗെസ്സിങ് പാടില്ല. ഫാർമസിസ്റ്റ് വെരിഫിക്കേഷൻ, ഫാർമസിസ്റ്റ് ഡബിൾ ചെക്ക് ചെയ്യുക. ഏത് സമയത്ത് നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ കൺഫ്യൂസ്ഡ് ആകാതെ. പേഷ്യന്റ് എഡ്യൂക്കേഷൻ നിർബന്ധമാണ്. ഓരോ സമയത്തും ചില ആൾക്കാർ പറയും ഗുളിക എടുത്താൽ മതി, അവർക്ക് അറിയാം എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പേഷ്യന്റ് എഡ്യൂക്കേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്രഗ് ഇന്ററാക്ഷൻ ചെക്ക്, അതായത് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഡ്രഗ് ഇന്ററാക്ഷൻ ഉണ്ടോ, ഇപ്പൊ നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ അല്ലാതെ ഡ്രഗ് ഇന്ററാക്ഷൻ അവിടെ നടക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള നമ്മൾ ഡേറ്റാ ബേസിലൂടെയെങ്കിലും നോക്കി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. സോ പ്രിസ്ക്രിപ്ഷൻ ഒരു ഫോട്ടോ വരച്ച് ഉള്ളത് പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. നമുക്ക് നോർമൽ നെറ്റിലൊക്കെ കിട്ടും കേട്ടോ, എങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇരിക്കുക, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷന്റെ ബേസിക് മോൾ ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കുക നെറ്റിൽ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് പ്രിസ്ക്രിപ്ഷൻ ഇരിക്കുന്നതെന്ന്. അതിന്റെ ഫോട്ടോ ഒക്കെ വരച്ചൊക്കെ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എന്താണെന്നുള്ളത് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. നന്നായിട്ട് വായിക്കുക, നോട്ടും കൂടെ വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. നെക്സ്റ്റ് കാണാം. താങ്ക് യു.